യേശുദാസ് സാറിൻ്റെ പാട്ടുകൾ വേദിയിൽ പാടാൻ, അതായത് റെക്കോർഡിങ്ങിനല്ല വേദിയിൽ പാടാൻ കൂടുതൽ സാമർഥ്യം കാണിച്ചിട്ടുള്ള ഒരാളാണ് സാറ്. തീർച്ചയായും വേദി വേറൊരു സംഗതിയാണ്. വേദിയിൽ പെർഫോമൻസ് ഇപ്പോഴും അതെ പല രീതിയിലാണ്, പലരും പെർഫോം ചെയ്യാൻ മിടുക്കരായിരിക്കില്ല. പക്ഷെ സാറ് നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നു. അതൊരു ഒരു ലഹരിയല്ലായിരുന്നോ ഒരു തീർച്ചയായിട്ടും. എനിക്ക് സത്യം പറഞ്ഞാൽ വേദിയിൽ ഓഡിയൻസുമായിട്ട് സംവദിക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അത് മാത്രമല്ല എനിക്ക് തന്നെ ഇപ്പം ഒന്നോ രണ്ടോ വേദികളിൽ എൻ്റെ പാട്ടുകൾ മാത്രമായിട്ട് പാടാനുള്ള പാട്ടുണ്ട്. ഒരു 10, 60, 70 പാട്ടുണ്ട്. ഒരു വേദിയിൽ നമുക്കൊരു 30 പാട്ട് ധാരാളം മതിയാവും, അല്ലെങ്കിൽ ഒരു 25 പാട്ട് മതിയാവും. അപ്പോൾ അതിൽ കൂടുതൽ പാട്ടുകളുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും ദാസേട്ടൻ്റെ പാട്ടുകൾക്കാണ് പ്രാമുഖ്യം കൊടുക്കുക. ഇപ്പോൾ ഒരു 5 പാട്ട് ഞാൻ പാടുകയാണെങ്കിൽ അതിൽ 4 യേശുദാസിൻ്റെ പാട്ടായിരിക്കും, ഒരെണ്ണമായിരിക്കും ഞാൻ പാടുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയാണ്. കാരണം ആളുകൾക്കും വേണ്ടത് അവർ കേട്ട് പഴകിയ പാട്ടുകളാണ്. അപ്പോൾ അതുകൊണ്ട് അതിനോടൊരു 95% അല്ലെങ്കിൽ 98% നീതി പുലർത്താം എന്ന് എനിക്കൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് ഞാൻ അതേ പാടാറുള്ളൂ. പക്ഷെ ജനം പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്. അവർ നോക്കുമ്പം യേശുദാസിൻ്റെ പാട്ട് തന്നെ ഞാൻ പാടണം എന്ന് നിർബന്ധപൂർവ്വം പറയുന്ന ഓഡിയൻസ് ഉണ്ട്. ഈ ദാസാറിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ വേദിയിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത ഒരു 2 പാട്ട് ഇപ്പോൾ പറഞ്ഞു, അതല്ലാതെ മറ്റേത് പാട്ടാണ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തതെന്ന് വിശ്വസിക്കുന്നത്? മിക്ക പാട്ടും ഞാൻ അത്യാവശ്യം നന്നായി ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ എനിക്ക് ഫേവറേറ്റ് പറയാൻ പറഞ്ഞാൽ മാണിക്യവീണ ഇഷ്ടമാണ്, സന്യാസിനി ഇഷ്ടമാണ്. അധികം ആരും പാടാത്ത ഒരു പാട്ടുണ്ട്, മംഗല്യത്താലിയിട്ട മണവാട്ടി മാനത്തെ അമ്പിളി തമ്പുരാട്ടി എന്ന് പറഞ്ഞ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ടൊക്കെ. മംഗല്യത്താലിയിട്ട മണവാട്ടി മാനത്തെ അമ്പിളി തമ്പുരാട്ടി മണവാളനില്ലാത്ത മധുവിധുവാണോ നിന്റെ മണിയറയിൽ നീയും തനിച്ചാണോ. മംഗല്യത്താലിയിട്ട മണവാട്ടി മാനത്തെ അമ്പിളി തമ്പുരാട്ടി മണവാളനില്ലാത്ത മധുവിധുവാണോ നിന്റെ മണിയറയിൽ നീയും തനിച്ചാണോ. മംഗല്യത്താലിയിട്ട മണവാട്ടി. അടിപൊളി, നല്ല പാട്ടാണ്. പക്ഷേ ഈ പറഞ്ഞ ഓർക്കസ്ട്രേഷനും എല്ലാം കൂടെ വരണം. എപ്പോഴാണ് നമുക്ക് ആ കൂടുതലൊരു സാർ ഒരു റിക്വസ്റ്റ് ചെയ്താൽ, ഇപ്പോൾ എം ജയചന്ദ്രൻ്റെ ഒരു പാട്ട് യേശുദാസ് സാർ പാടിയത് മറന്നോ പൂമകളെ ഭയങ്കര രസമായിട്ട് പലരും പാടി കേട്ടിട്ടുണ്ട്. സാർ ആ പാട്ട് ട്രൈ ചെയ്തിട്ടുണ്ടോ? ആ പാട്ട് എനിക്ക് പാട്ട് ഇഷ്ടമാണ്, പക്ഷേ ഇതുവരെ ഞാനത് പഠിച്ചിട്ടില്ല. പാട്ട് ഇഷ്ടമാണ്. ഇടയകന്യകെ സാർ പാടില്ലേ? ഇടയകന്യക ഒരുപാട് വേദികളിൽ പാടിയിട്ടുണ്ട്. അതൊന്ന് ഇപ്പോഴും നിർബന്ധപൂർവ്വം പാടിക്കാറുണ്ട്. ഇടയകന്യകെ പോവുക നീ ഈ അനന്തമാം ജീവിത വീതിയിൽ ഇടറാതെ കാലിടറാതെ. ഇടയകന്യകെ പോവുക നീ ഈ അനന്തമാം ജീവിത വീതിയിൽ ഇടറാതെ കാലിടറാതെ. ഇടയകന്യകെ പോവുക നീ.